പലതരത്തിലുള്ള പൂജാതി പരിപാടികളൊക്കെ ആയി പുറത്ത് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഇടാൻ സാധിച്ചിട്ടില്ല. എന്നാലും നമുക്ക് വീണ്ടും ഒത്തുചേരാം. നമ്മുടെ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളൊരു ആചാര പദ്ധതിയാണ് നമുക്ക് ക്ഷേത്രാചാരം. നമുക്കൊക്കെ സാധാരണ ആളുകൾക്ക് മുതലല്ല, സാധാരണ ആളുകൾ മുതൽ ഏറ്റവും വലിയ ആളുകൾ വരെ ഏത് തട്ടിലുള്ള ആളുകൾക്കും ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സുഖകരമായിട്ട് ആചരിക്കാൻ പറ്റുന്ന ഒരു സാധന പദ്ധതിയാണ് ക്ഷേത്രാചാരം. അപ്പോൾ ഈ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ ക്ഷേത്രാചാരം അതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അത്ര സിമ്പിളൊന്നുമല്ല. ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് താന്ത്രിക ശാസ്ത്രം. ആ താന്ത്രിക ശാസ്ത്രത്തിൻ്റെ ഭാഗമാണല്ലോ ഈ ക്ഷേത്രാദി കാര്യങ്ങളൊക്കെ. ഈ ക്ഷേത്രത്തിലാണല്ലോ ഈ താന്ത്രികം കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം ആ ക്ഷേത്ര രഹസ്യം വളരെയധികം സങ്കീർണമാണ്. ഇന്നും അത് വളരെ നല്ല രീതിയിൽ വിശദീകരിക്കാൻ പലർക്കും നമുക്ക് ഇന്ന് സാധിച്ചിട്ടില്ല. എന്നാലും അതിനുള്ള തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ അനവധി നമ്മുടെ കൂടെയുണ്ടെങ്കിലും പക്ഷേ അത് വളരെ ലളിതമായി വിശദീകരിക്കുവാൻ നമുക്കൊന്നും വളരെ പരിമിതമായിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. കാര്യം അതൊരു വലിയ ശാസ്ത്രശാഖയാണ്. വലിയ സങ്കീർണമായിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ളൊരു ശാസ്ത്രശാഖ തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ അത്രയും സങ്കീർണമായതുകൊണ്ടാണ് നമുക്കത് ഏറ്റവും ലളിതമായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ശാസ്ത്ര രഹസ്യം, ഈ ക്ഷേത്രത്തിൻ്റെ രഹസ്യം അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, അതിൻ്റെ അടിത്തട്ടിലേക്ക്, അതിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ എന്നുള്ളൊരു വിചാരം കുറേയായി മനസ്സിലുണ്ട്. നമുക്ക് ക്ഷേത്രാചാരത്തെക്കുറിച്ചും അതുപോലെ ക്ഷേത്ര രഹസ്യത്തെക്കുറിച്ചും ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള പല അറിവുകളും നമുക്ക് സമൂഹത്തിൽ നിന്ന് ആചാര്യന്മാരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ചിലത് പങ്കുവെക്കാനുണ്ട്. ആ പങ്കുവെക്കലിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. നമുക്ക് ഇനി വരുന്ന ഓരോ വീഡിയോകളും ക്ഷേത്ര രഹസ്യത്തെക്കുറിച്ചുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ചില അറിവുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആചാര പദ്ധതിയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ആചാരമാണ് ക്ഷേത്രാചാരം. അതായത് നമുക്ക് ദേവനോട്, നമുക്ക് ഈശ്വരനോട് നേരിട്ട് സംസാരിക്കാനും നേരിട്ട് സംവദിക്കാനും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മളുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാൻ പറ്റുന്ന ഏക സംവിധാനം ക്ഷേത്രമാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ആ ക്ഷേത്രത്തിന് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും വ്യവസ്ഥാപിതമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ക്ഷേത്ര സംഭവം എന്നുള്ളൊരു സംവിധാനം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കുള്ളത്. കാരണം ഈ സംവിധാനം ഇന്നിപ്പോൾ പല ആളുകളും രാഷ്ട്രീയ കൂത്തരങ്ങായി മാറി. പല സംഘടനകൾ, അതുപോലെ ആളുകൾ, അത് കൊണ്ട് നടക്കാൻ കഴിവില്ലാത്ത ആളുകൾ പലരും കയറി ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ഇന്നത്തെ കാലത്ത് പറയണ്ട. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ക്ഷേത്രത്തിലുള്ള വിശ്വാസവും ആചാരങ്ങളിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയും നമ്മൾക്ക് വിദൂരത്തല്ല. കാര്യം ഇത് നമ്മൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടു നടക്കുന്നു അങ്ങനെയാണ് ക്ഷേത്രം. അത് മനുഷ്യർ തന്നെയാണ് ക്ഷേത്രം നിർമ്മിച്ചത്, മനുഷ്യർ തന്നെയാണ് അത് കൊണ്ട് നടക്കേണ്ടതും ഈ താന്ത്രികമൊക്കെ ഉപയോഗിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. അപ്പോൾ മനുഷ്യർക്ക് തന്നെ അത് നന്നാക്കാനും മനുഷ്യർക്ക് തന്നെ അത് കേടുവരുത്താനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ജനവിഭാഗത്തിന് ഈ ക്ഷേത്രം വലിയൊരു അനുഗ്രഹവും ഭാവിയിൽ വലിയൊരു അവരുടെ മനസ്സിൻ്റെ കൂടെ, അവരുടെ ജീവിതത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു വലിയ ഒരു മാർഗദർശകവുമാണ് ക്ഷേത്രം. അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് 100% നമ്മളുടെ തന്നെ ആവശ്യമാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും അവരവരുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ഉത്തരവാദിത്തം ആ ക്ഷേത്രം കൊണ്ട് നടക്കുന്നവരും അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പം അത്തരം ആ ക്ഷേത്ര രഹസ്യത്തിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കടക്കാം. ഓരോ വീഡിയോയിലും നമുക്ക് ക്ഷേത്ര രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ക്ഷേത്രം, അതുപോലെ യോഗാശാസ്ത്രം, താന്ത്രിക ശാസ്ത്രം, വാസ്തുശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഇങ്ങനെ നമ്മുടെ ഗ്രന്ഥങ്ങളിലും അതുപോലെ നമ്മളെ ഭാരതത്തിലുള്ള പല തരത്തിലുള്ള ശാസ്ത്രങ്ങളും സമ്മേളിക്കുന്ന വലിയൊരു കേന്ദ്രമാണ് ക്ഷേത്ര സംവിധാനം എന്നുള്ളത്. അതായത് നമുക്ക് ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ, നമ്മൾ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങൾ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെയുണ്ടോ
അതിൻ്റെ എല്ലാ സമ്മേളന സ്ഥലമാണ് ക്ഷേത്രമെന്ന് മാത്രം നമുക്കിവിടെ പറയാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൊരു ക്ഷേത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ സകല ശാസ്ത്രങ്ങളുടെയും വലിയൊരു ശക്തി, അതിൻ്റെ വലിയൊരു പ്രഭാവലയം നമ്മളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് വലിയൊരു രഹസ്യം തന്നെയാണ്. ആ രഹസ്യത്തിൻ്റെ ഉള്ളകരകളിലേക്ക് നമുക്ക് ഓരോ വീഡിയോകളും നമുക്ക് പോവാം. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, പൂർണ്ണമായിട്ട് ഇത് കേട്ട് അതിൻ്റെ നല്ല റിപ്ലൈകൾ തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ.